ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആയെന്ന് എനിക്കറിയാം. പക്ഷേ ക്രിസ്മസ് ഡേയുടെ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ കുറച്ച് കളിയാക്കൽ കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ക്രിസ്മസ് ഡേടെന്നുണ്ടല്ലോ രാവിലെ സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ 24th സ്നോ ഇല്ലായിരുന്നു, 25th ആയപ്പോൾ സ്നോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 25th 26th എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. കാരണം ഈ 2 ദിവസമാണ് ഇവിടുത്തെ ആൾക്കാർ അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം സ്റ്റോറുകളും അല്ലെങ്കിൽ മോളും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ പ്രൊവിൻസിൽ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം എന്താ പറയുക, ഫാമിലിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ടൈമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവരുടെ ഒരു കൾച്ചർ പ്രകാരം എന്ന് വെച്ചാൽ 16 years ആകുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ജോലിയൊക്കെ തേടി അവരവരുടെ കാര്യം നോക്കി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലായിരിക്കും ഇവരെല്ലാവരും വീണ്ടും ഒന്ന് ഒത്തുകൂടുന്നതും ഇവരുടെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പുറത്തോട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും മിക്കവാറും വീടുകളിലും അവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ ഒരു കാണുന്ന ടൈമാണ്. അപ്പോൾ നമ്മളും വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ഫ്രണ്ട്സിനെ കാണുമ്പോൾ രാവിലെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ ഇരിക്കാമെന്ന് കേട്ടോ. അപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഉണ്ടാക്കി കുടിച്ച് തീരുന്ന ടൈമാണ് എൻ്റെ ഏറ്റവും എന്താ പറയുക ഫേവററ്റ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എനിക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഈ ചായ ഇങ്ങനെ കുടിക്കാറാണ് പതിവ് കേട്ടോ. കാരണം നമ്മുടെ ഒരു സന്തോഷമാണ് ആ ടൈമിലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് എന്താ പറയുക, ആ ടൈം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ടൈം നമ്മുടെ ഫേവററ്റ് ടൈം നമ്മൾ കളയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പോൾ അത് പിന്നെ നമുക്കതൊരു സാക്രിഫൈസ് ആയിട്ട് തോന്നത്തില്ല, നമ്മുടെ സന്തോഷമാണല്ലോ അൾട്ടിമേറ്റ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ കടലക്കറി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയതായിരുന്നു വെച്ചാൽ അതിൽ അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട്, പിന്നെ ഒരുപാട് മസാലാസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ മസാലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാവിനും അത് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുക്കിംഗ് വ്ളോഗ്സോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ നല്ലൊരു കുക്കാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം എനിക്കിപ്പോഴും കണ്ണുകൾ കൊണ്ടാണ് ഞാനിപ്പോഴും അളവൊക്കെ മനസ്സിലാക്കുന്നത്. അതിനൊരു മെഷർമെൻറ്റിൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ. അതെനിക്ക് എപ്പോഴും ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇത് കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പലപ്പോഴും ഇത്ര അളവിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു നല്ലൊരു കുക്കെന്ന് പറയുന്നത് എപ്പോഴും ഈ മെഷർമെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എപ്പോഴും ത്രൂ ഔട്ട് ഒരേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുക്കിംഗ് ഫെയിലിയർ ആവത്തില്ല എന്ന് തോന്നും. പക്ഷേ എൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ കണ്ണുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിക്കവാറും എനിക്ക് അങ്ങനെ അത് ഓക്കെ ആവുന്നുണ്ട്. പക്ഷേ അതൊരു ശരിയായ രീതിയാണോ ഞാൻ ഒരിക്കലും പറയത്തില്ലേ. പിന്നെ റീസെൻ്റ്ലി ഞാനൊരു സ്ഥലത്ത് വായിക്കുകയാണ്, നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ബ്രെയിനിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് വായിക്കുന്നതും എഴുതുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിനിൽ ഫീഡാവും അല്ലേ. നമുക്ക് അറിയാവുന്നൊരു കാര്യമല്ലേ. നമുക്ക് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ അത് നല്ല രീതിയിൽ സ്റ്റോറാവും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല, അതിലൊരു ഇമോഷണൽ നമ്മുടെ ബ്രെയിനിൽ 2 പാർട്ടുണ്ടല്ലോ, ലോജിക്കലാനും ഇമോഷണൽ പാർട്ട്. അപ്പോൾ അത് രണ്ടും ആക്ടിവേറ്റ് ആവുന്നുണ്ടാണോ എന്ന് അറിയത്തില്ല. നമുക്കൊരു ഇമോഷണൽ കണക്ഷനും കൂടെ ഈ കുക്കിങ്ങിന് വരാറുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പറഞ്ഞു എന്നേ ഉള്ളേ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും കടലക്കറി ഉണ്ടാക്കുമ്പോഴും മിക്കവാറും സമയത്ത് എന്താ പറയുക, ചീര ഉണ്ടെങ്കിൽ അതും കൂടെ അരച്ച് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും. ഇത് 2 സാധനങ്ങൾ ഞാൻ മാക്സിമം ഈ കടലക്കറിയിൽ ആഡ് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ ഗുജറാത്തി ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ ഭക്ഷണത്തിൽ ഒരുപാട് ഈ മല്ലിയില ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇപ്പോൾ അതങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും കടലക്കറിയും കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചീരയുടെ അങ്ങനെ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും അതിൽ ഫീൽ ചെയ്യത്തില്ല കേട്ടോ. പിന്നെ മാത്രമല്ല മല്ലിയിലയുടേതും അതൊരു കുറച്ച് എൻഹാൻസിങ് ആയിട്ടാണ് തോന്നിയത് ടേസ്റ്റിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി, സ്നോയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം സ്നോയിലൊക്കെ കളിച്ചു. കാരണം നമുക്ക് ഈ സ്നോ എന്നൊക്കെ പറഞ്ഞാലും അതിനെ കാണുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ, സത്യം പറയാമല്ലോ. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ കേക്കും വൈനും ഒക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ
എനിക്കിപ്പോഴും ഓർമ്മയാണ്. നമ്മൾ എന്താ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോരം കേക്കും എന്തോരം വൈനൊക്കെ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ഫ്രണ്ട്സിനോടുള്ളൊരു ടൈമാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും ഇവരൊക്കെയാണ് നമ്മുടെ ഫാമിലി കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒന്നാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവരിങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ ക്രിസ്മസിന്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. ഞങ്ങളിതിൻ്റെ കമ്പയർ ഒക്കെ ചെയ്യും, ആ വീട് നോക്കി ഈ വീട് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതും ഭയങ്കര ഒരു രസമാണ്. ഇവർക്കൊരു ഭയങ്കര അഭിമാനമാണ് കേട്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് രാത്രി വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ള